കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിൻ്റെ തന്നെ വികസന കവാടമെന്ന് വിശേഷിപ്പിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണിന്ന്. ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഖബറിടത്തിൽ വരണം എന്നുള്ളത്, ഇവിടെ വന്നിട്ട് വേണം ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് വളരെ ദിവസങ്ങളായി മനസ്സ് പറയുന്ന ഒന്നാണ്. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA ഇവിടെ വന്ന് സാറിൻ്റെ ഖബറിടത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്താൻ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വികാരപരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഏത് അഴിമതി ആരോപണങ്ങളും കേൾക്കാൻ, ഈ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ പേരിൽ എത്ര പഴി കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഈ ഒരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ തുറമുഖം ഇന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളത്. തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ എല്ലാ അവകാശങ്ങളും എടുക്കാൻ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം പരസ്യങ്ങളിലൂടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥമായ പരിശ്രമത്തിൻ്റെയും അസാധാരണമായ ധൈര്യത്തിൻ്റെയും ഫലമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന വസ്തുതയാണ്. ഒരു കല്ലിട്ടാൽ തുറമുഖമാവുമോ എന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ച ചോദ്യം. കല്ലിട്ടാലല്ല, കരാറൊപ്പിട്ടാൽ തുറമുഖമാവും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തുറമുഖ നിർമ്മാണം, രണ്ട് പശ്ചാത്തല വികസനം. ഏത് PPP പ്രോജക്റ്റിൻ്റെയും പശ്ചാത്തല വികസനം സർക്കാരുകളുടെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. ഇവിടെ തുറമുഖ നിർമ്മാണം നടത്തേണ്ടത് അദാനി, പശ്ചാത്തല വികസനം നടത്തേണ്ടത് കരാർ പ്രകാരം സംസ്ഥാന സർക്കാർ. എന്താണ് പശ്ചാത്തല വികസനങ്ങൾ? അത് ഗവൺമെൻറ് പൂർത്തീകരിച്ചോ? ഒന്നാമത്തത് റെയിൽ കണക്ടിവിറ്റി. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ് ഒപ്പിട്ട ഈ കരാർ പ്രകാരം 6 വർഷത്തിനുള്ളിൽ റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ 2021 റെയിൽ കണക്ടിവിറ്റി പൂർത്തിയാക്കണം. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ 2025 ആ പദ്ധതി തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം റോഡ് കണക്ടിവിറ്റി. 2 കിലോമീറ്റർ റോഡ് നിർമ്മിച്ച് നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കാനാണ് കരാർ പറഞ്ഞിരിക്കുന്നത്. 2 കൊല്ലം കൊണ്ട് റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ 2017 റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കണം. ഈ നിമിഷം വരെ ഈ 2 കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നത്തെ പാരിസ്ഥിതിക അനുമതിയുടെ ഭാഗമായി ഒരു കണ്ടീഷൻ വച്ചിരുന്നു. അതവിടെ ഒരു ഫിഷിംഗ് ഹാർബർ അവിടെ ആരംഭിക്കണമെന്ന്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടോടുകൂടി ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തുടങ്ങിയിട്ടില്ല. മറ്റൊരു കാര്യം, അവിടെ പ്രാദേശികവാസികൾക്ക് ജോലി നൽകുന്നതിന് വേണ്ടി ഒരു സീ ഫുഡ് പാർക്ക് ആരംഭിക്കണം എന്ന് പറഞ്ഞു. അത് ഉമ്മൻചാണ്ടി സാർ 5 ഏക്കർ സ്ഥലം അതിന് ഏറ്റെടുത്തിട്ടാണ് അധികാരത്തിൽ നിന്ന് പോയത്. നാളിതുവരെ സീ ഫുഡ് പാർക്ക് തുടങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആകെ അവിടെ വെള്ളം എത്തിക്കേണ്ടുന്ന ചുമതല സർക്കാരിനായിരുന്നു. അത് ഉമ്മൻചാണ്ടി സാർ ടെൻഡർ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആ വെള്ളം അവിടെ എത്തിക്കുന്നതിനുള്ള പദ്ധതി പൂർത്തീകരിച്ചു. വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതി ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് തുടങ്ങി, ഏറെ വൈകി അടുത്ത കാലത്ത് അത് പൂർത്തിയായി. അപ്പോൾ റെയിൽ കണക്ടിവിറ്റിയും റോഡ് കണക്ടിവിറ്റിയും ഇല്ലാതെയാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചത് ഡിസംബർ മാസത്തിലാണ് 2024. ഇന്ന് വരെ ഏകദേശം 6 ലക്ഷം കണ്ടെയ്നർ ആ തുറമുഖം കൈകാര്യം ചെയ്തു. എന്നാൽ
ഒരു കണ്ടെയ്നർ പോലും ആ ഗേറ്റ് കടന്ന് വന്നിട്ടില്ല. അതിന് കാരണം സംസ്ഥാന സർക്കാർ റെയിൽ റോഡ് കണക്ടിവിറ്റി ഒരുക്കാത്തത് കൊണ്ടാണ്. ഈ ഗേറ്റ് വേ ട്രാഫിക് ആരംഭിച്ചാൽ മാത്രമേ നമ്മുടെ നാടിനുള്ള വികസനം ഉണ്ടാവുകയുള്ളൂ. ലോജിസ്റ്റിക്സിന്റെ അപാരമായ സാധ്യത, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി മൾട്ടിവേരിയസ് ഫീൽഡിലേക്ക് ഉണ്ടാകുന്ന വികസനങ്ങൾ നടക്കാത്തതിന് കാരണം സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തപ്പെട്ട ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു കരാർ ഒപ്പിടുന്നത് വരെയാണ് സർക്കാരിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഇടപെടലുകൾ വേണ്ടത്. കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മേൽനോട്ട ചുമതലയാണ് സർക്കാരിന് വഹിക്കാനുള്ളത്. എന്നാൽ ആ മേൽനോട്ട ചുമതല പോലും പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടെ സമയബന്ധിതമായി നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് 5 കൊല്ലം ഈ തുറമുഖം നിർമ്മാണം വൈകിയത്. ഓഖിയുടെ കാര്യവും 3 മാസത്തെ സമരത്തിൻ്റെ കാര്യവും അറിഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഈ വൈകിയതിനെക്കുറിച്ച് പറയുന്നത്. ആകെ ഈ തുറമുഖം നിർമ്മിക്കേണ്ടത് 4 വർഷമായിരുന്നു. എന്നാൽ 5 വർഷം ഇപ്പോൾ വൈകി. അതിനൊരു ഓഖിയും ഇത് പഴിക്കുമ്പോൾ സർക്കാർ മോണിറ്റർ ചെയ്യേണ്ടത്, സർക്കാർ ഒരു ഫെസിലിറ്റേറ്ററിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് നിർവഹിച്ചോ എന്നുമാണ് കാണേണ്ടത്. സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ടത് കേരളത്തിന് അനന്തമായ വികസന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഈ റെയിൽ റോഡ് കണക്ടിവിറ്റിയും ലോജിസ്റ്റിക്സ് മൂവ്മെൻറ്റും എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല, നടക്കുന്നില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഉമ്മൻചാണ്ടി സാർ അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല 2019 ഡിസംബറിൽ പൂർത്തീകരിക്കുമായിരുന്നു. എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഒരുക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ സർക്കാർ നിർവഹിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും നിർവഹിക്കാത്തതിൻ്റെ കുറ്റബോധത്തോടു കൂടി വേണം ഈ ഗവൺമെൻറ് ഈ ഉദ്ഘാടനത്തിലേക്ക് പോകേണ്ടത്. അദാനിയുടെ പാർട്ടാണ് തുറമുഖ നിർമ്മാണം. അതവർ പൂർത്തീകരിച്ചു. വൈകിട്ടാണ് പൂർത്തീകരിച്ചത് എങ്കിലും അത് പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഇനി എന്നാണ് റെയിൽ കണക്ടിവിറ്റി ആരംഭിക്കുന്നത്, റോഡ് കണക്ടിവിറ്റി ആരംഭിക്കുന്നത്, ഫിഷിംഗ് ഹാർബർ, സീ ഫുഡ് പാർക്ക്, ഇതെല്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ചെയ്യുമ്പോഴും ഉമ്മൻചാണ്ടി സാറ് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള തുടർച്ചയായ നടപടികൾ, സമാനതകളില്ലാത്ത വളരെ ആസൂത്രിതമായി അദ്ദേഹം എടുത്തിട്ട് 5 വർഷം കൊണ്ട് എത്ര അനുമതികൾ, 2 വർഷം നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക പഠനം നടത്തി, പാരിസ്ഥിതിക അനുമതി നേടി, ഗ്രീൻ ട്രൈബ്യൂണലിലും സുപ്രീം കോടതിയും വരെ ഉണ്ടായിരുന്ന കേസുകൾ വളരെ സൂക്ഷ്മമായി ആ കേസുകൾ നടത്തി അതിൽ വിജയിച്ചു. അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലിയറൻസുകളും UPA സർക്കാരിൽ നിന്ന് നേടി. ഈ അടുത്ത് വന്ന ഗവൺമെൻറ്റിൽ നിന്നാണ് പരിസ്ഥിതി അനുമതി നേടിയിട്ടുള്ളത്. എല്ലാം നേടി ടെൻഡറിലേക്ക് പോയി. ഒരേ ഒരു സ്ഥാപനം, ഒരു കമ്പനിയാണ് വന്നിട്ടുള്ളത്. എങ്കിലും അവരെ ഈ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും മറ്റൊരു വിജയമായി ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇത് സാറിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം ഈ ഉദ്ഘാടനം നടത്തേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ യഥാർത്ഥത്തിൽ അവഹേളിക്കുകയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. മന്ത്രി പറയുകയാണ് അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയുന്നു. അടുത്ത ദിവസം പ്രതിഷേധം ഉണ്ടായപ്പോൾ അവിടുത്തെ ഏതോ ഒരു ജീവനക്കാരനെ വിട്ട് ഒരു കുറിപ്പ് അവിടെ കൊടുത്തു വിടുന്നു. മന്ത്രിക്ക് വിളിക്കാം, മുഖ്യമന്ത്രി നേരിൽ കണ്ടപ്പോൾ വിളിക്കാമായിരുന്നു, പറയാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വിളിച്ചു എന്ന് പറയുകയും എന്നാൽ വരാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയുമാണ് ചെയ്തത്. ഇവിടെയാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഗവൺമെൻറ്റിൻ്റെ സമീപനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് സർവകക്ഷി യോഗം വിളിച്ചിട്ടാണ് കരാർ ഒപ്പിടുന്നതിന് പോകുന്നത്. അന്ന് ബഹുമാനായ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും അന്ന് CPMനെ പ്രതിനിധീകരിച്ച് തോമസ് ഐസക്കുമാണ് പങ്കെടുത്തത്. അവരതിലൊന്നും പറഞ്ഞില്ല. എങ്കിലും അന്നത്തെ പ്രതിപക്ഷ നേതാവ് നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു ഡിസന്റ് നോട്ട് കൊടുക്കുകയാണ് ആ യോഗത്തിൽ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി സാർ 6000 കോടിയുടെ അഴിമതിയാണെന്നും ഇത് അദാനിക്ക് തീരെഴുതുന്നു എല്ലാം പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക. ഇത്രയും ആരോപണം ഉന്നയിച്ചിട്ടും ഉമ്മൻചാണ്ടി സാർ നേരിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുകയാണ്. അപ്പോൾ ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് ആവർത്തിച്ച് വലിയ വായിൽ പറയുന്നവർ തന്നെ
വികസന കാര്യത്തിൽ പ്രതിപക്ഷത്തെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇത് കേരളത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു നടപടിയല്ല. CPM-ന് ഭൂഷണമായിരിക്കാം, പക്ഷെ കേരളത്തിന് വികസനം ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനത്തിന് ഇത് ഭൂഷണമല്ല.